നമസ്കാരം. ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്താ പറയുക, ഒരിക്കൽ കൂടി ഒനാന മാജിക്ക്. യുണൈറ്റഡിൻ്റെ വിജയം അവസാന നിമിഷം കൈവിട്ടു പോയിരിക്കുന്നു. യൂറോപ്പ ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരമാണ്. 2-2 സമനിലയിലാണ് ലിയോണും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ പിരിഞ്ഞിരിക്കുന്നത്. യുണൈറ്റഡിന് വേണ്ടി യോഴോയും സിർക്സിയുമാണ് ഗോളുകൾ നേടിയത്. മറുഭാഗത്ത് ആൽമൈഡയും ചെർക്കിയുമാണ് ഗോളുകൾ നേടിയത്. ലിയോണിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ ബ്രൂണോ ഫെർണാണ്ടസും ഹോയിലൻഡും ഗർനാച്ചോയും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. മറുഭാഗത്താവട്ടെ ചെറുക്കിയും ആൽമൈഡയും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഒളിമ്പിക് ലിയോണിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ മണ്ടത്തരങ്ങൾ, ഒനാനയുടെ മണ്ടത്തരങ്ങളും തിരിച്ചടിക്കാനുള്ള യുണൈറ്റഡിൻ്റെ ശ്രമങ്ങളും അതിനിടയ്ക്കുണ്ടായ ചെറിയ വാക്കേറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കളിയുടെ 25-ാമത്തെ മിനിറ്റിലാണ് തിയാഗോ അൽമൈഡയുടെ ഫ്രീ കിക്ക് ഗോൾ പിറക്കുന്നത്. ഒരു നീഡ്ലെസ് ഫ്രീ കിക്ക് വഴങ്ങി ആ ഒരു ഫ്രീ കിക്ക് എടുത്തു. ഒനാന അത് മിസ് ജഡ്ജ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വീണ് ബൗൺസ് ചെയ്തു വലയിലേക്ക്. എന്തായാലും ഒനാനയുടെ നിലവാരമുള്ളൊരു ഗോൾ കീപ്പർ തടയേണ്ട ഒരു കിക്കായിരുന്നു അത് പക്ഷേ വലയിലേക്കായിരുന്നു. ലിയോണിൻ്റെ ആരാധകർ ആവേശത്തിലേക്ക് അൽമൈഡയ്ക്ക് ഒരു ഫ്രീ കിക്ക് ഗോള്. പക്ഷേ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് യോറോയിലൂടെ ആ ഗോൾ മടക്കിയടിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇടവേള സമയത്ത് 1-1 സമനില. രണ്ടാം പകുതിയിൽ കളി അങ്ങനെ പുരോഗമിക്കവെയാണ് 78-ാമത്തെ മിനിറ്റിൽ മൗണ്ടും ടാഗ്ലിയാഫിക്കോയും തമ്മിൽ പ്രശ്നമുണ്ടാവുന്നത്. ടാഗ്ലിയാഫിക്കോയുടെ ആ ഒരു ചലഞ്ച്, സ്ലൈഡിങ് ചലഞ്ചാണ് ഈ ഒരു പ്രശ്നമുണ്ടാക്കുന്നത്. അതിന് റിയാക്ട് ചെയ്തു മേസൺ മൗണ്ട്. സംഗതി വലിയ രൂപത്തിലേക്കുള്ള തർക്കങ്ങളിലേക്ക് പോയി. ഒടുവിൽ പിടിച്ചു മാറ്റി. റഫറി രണ്ടുപേർക്കും യെല്ലോ കാർഡും കൊടുത്തു. പക്ഷെ കളിയുടെ ബാക്കി ഭാഗം വരാനിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. സിർക്സിയുടെ ഗോൾ പിറക്കുന്നു 88-ാമത്തെ മിനിറ്റിൽ. യുണൈറ്റഡ് വിജയത്തിലേക്ക് തോന്നിച്ച നിമിഷം ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ നിന്നാണ് സിർക്സിയുടെ ഗോൾ പിറക്കുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഇഞ്ചുറി ടൈമിൽ വീണ്ടും ഒനാനയുടെ അബദ്ധം. അദ്ദേഹം നേരെ ചെർക്കിയുടെ മുന്നിലേക്ക് ഒരു സേവ് ചെയ്ത ബോൾ നേരെ ഡേഞ്ചർ സോണിലേക്ക് തന്നെ പോകുന്നു. അത് വളരെ എളുപ്പത്തിൽ ചെർക്കി വലയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. സോ തീർന്നു, വിജയിച്ചു എന്ന് കയറിയിടത്തുനിന്ന് 2-2 സമനില. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീഡിയോ എത്താം.